വെൽക്കം ടു കുഞ്ചൂസ് ഡ്രീം വേൾഡ്. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ഉത്സവങ്ങളുടെ കാലമാണ് അല്ലേ? അപ്പോൾ നാട്ടിൽ പോയപ്പോഴുള്ള ഉത്സവ കാഴ്ചകളും വിഷുവിനുള്ള ഒരുക്കങ്ങളുമാണ് ഞങ്ങളിന്ന് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ പെരുമ്പാവൂർ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഈ തവണ നമ്മുടെ അമ്പലത്തിലെ പഞ്ചാരിമേളയ്ക്ക് ആരാണ് വന്നിരിക്കുന്നതെന്നറിയോ? അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെരുമ്പാവൂരിൻ്റെ സ്വന്തം പത്മശ്രീ ജയറാമംഗളായിരുന്നു. നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസം കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ ഒരുക്കങ്ങളെല്ലാം എടുത്ത് തുടങ്ങി. അപ്പോൾ എറണാകുളത്തെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളും ഒരു കെട്ട് കണക്കൊന്ന് മേടിച്ചു. ആ സമയം ഉത്സവത്തിനോട് അനുബന്ധിച്ച് സ്റ്റേജ് പ്രോഗ്രാംസും നടക്കുന്നുണ്ടായിരുന്നു.
നമ്മളിവിടെയുള്ള ചോറ്റാനിക്കര അമ്പലത്തിലാണ്. അപ്പം എൻ്റെ അമ്മയുടെ അസുഖങ്ങളും എല്ലാം ഒന്ന് മാറ്റാനായിട്ട് ഞങ്ങളിത് ഇവിടെ ഉള്ള എള്ളിപ്പറ നിറച്ചു. ഞങ്ങളൊരു മസാല ദോശയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഒട്ടും സമയം കളഞ്ഞില്ല, കാരണം ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് കണിയൊരുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട് മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്ത് കുളിയും കഴിഞ്ഞിട്ട് ശേഷമാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കാൻ തുടങ്ങുന്നത്. ഇത് നമ്മുടെ കണ്ണനെ വിഷുദിനത്തിൽ അണിയാനുള്ള തുളസി മാലയുടെ തുളസി അമ്മ പറിച്ച് എടുത്തു വച്ചിരിക്കുന്നതാണ്. സാധാരണ അമ്മ ഈ വാഴനാര് വെച്ചിട്ടാണ് ഈ തുളസിമാല കെട്ടുന്നത്. പക്ഷേ ഈ ഫ്ലാറ്റിൽ വാഴനാരൊന്നും ഇല്ലാത്ത കാരണം നൂല് വെച്ചിട്ടാണ് കെട്ടുന്നത്. അതുകൊണ്ട് അതിന് നല്ല ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് മാല കെട്ടിട്ട് നമുക്കിനി ഇവിടുത്തെ വിഷുവിൻ്റെ പരിപാടികളിലേക്ക് കിടക്കാം. ഞാൻ പപ്പയുടെ അസിസ്റ്റൻ്റൊക്കെ കേട്ടോ. ഞാൻ എല്ലാ സാധനങ്ങളും പപ്പയ്ക്കെല്ലാം എടുത്ത് കൊടുത്ത് സെറ്റാക്കി വച്ചേക്കും. അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ പപ്പ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐശ്വര്യസമൃദ്ധമായിട്ട് വേണ്ടേ നമ്മൾ കണി കാണാനായിട്ട്. അപ്പോൾ ആ ഉരുളിയിൽ എല്ലാ സാധനങ്ങളും വച്ചിട്ടുണ്ട്. അതായത് പച്ചരി, വെള്ളരിക്ക, നവധാന്യങ്ങൾ, സ്വർണം, വെള്ളി, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവയൊക്കെ. എന്നാൽ ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താണെന്നറിയോ? നമ്മുടെ കണ്ണനും കണിക്കൊന്നയും. അപ്പം അതേ കണിക്കൊന്ന നമ്മുടെ പപ്പ വയ്ക്കുകയാണ്. ഇനി കണ്ണന് വാലയങ്ങളും ചാർത്തിയാൽ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി എന്ന് പറയാം. അപ്പോൾ അതേ ബാക്കി വന്ന് കണിക്കൊന്ന ഞാൻ അവിടെ ഉള്ള കുഞ്ഞു കണ്ണന് ചുറ്റുവിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ തുളസിമാലയും കണ്ണൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ കണി കാണാനുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഉറക്കമുണർന്നാൽ ആദ്യം കാണുന്നത് നമ്മുടെ കണ്ണനായിരിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതപ്പോൾ വിഷുവിൻ്റെ ഒന്ന് രാവിലെയാണ് ഇതെൻ്റെ പപ്പ കണി കാണിക്കുന്നതാണ്. കണ്ണ് തുറന്നിട്ട് തുറന്നുകൊണ്ട് കണ്ണിനെ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു. നമ്മൾ ഒരിക്കൽ കണി എങ്ങനെയുണ്ടെന്ന് നോക്കൂ.
ശേഷം പപ്പ വിഷുക്കണി എടുത്ത് വീടിന് ചുറ്റും ഒന്ന് കാണിക്കുകയാണ്. കാരണം അതൊരു ആചാരമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റി സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും വരാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. വിഷുക്കണി കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഭാഗം ഏതാണെന്നറിയോ? വിഷുക്കൈ നീട്ടം. ഒരു കുടുംബത്തിലെ മുതിർന്നവരാണ് ഇളയവർക്ക് വിഷുക്കൈ നീട്ടം നൽകുന്നത്. നമുക്ക് കിട്ടുന്ന വിഷുക്കൈ നീട്ടത്തിൽ എന്തൊക്കെയുണ്ടെന്നറിയോ? ആ ഒരു ഇലയിൽ നിന്ന് എടുക്കുന്ന ഒരു പിടി പച്ചരിയും കണിക്കൊന്നയും ഒരൊറ്റ തൊട്ടും പിന്നെ നമ്മുടെ വിഷുക്കൈ നീട്ടവും ഉണ്ടാവും. അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ വിഷുക്കൈ നീട്ടമൊക്കെ മേടിച്ചു. അത് ഭദ്രമായി തന്നെ കൊടുക്കയിൽ കൊണ്ട് ക്ഷേപിച്ചു. വിഷുവൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മമ്മയുടെ നിന്ന് എനിക്കൊരു ചക്കരയുമയും കിട്ടി. വെരി പ്രഷ്യസ് വൺ. അങ്ങനെ വിഷുക്കൈ നീട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഏരിയ എന്താണെന്നറിയോ? യെസ്, വിഷു സദ്യ തന്നെ. ഇതിനായിരുന്നു ഞാൻ വെയിറ്റിങ്. പക്ഷേ സദ്യയുടെ ഇതായിട്ടൊന്നും വലിയ കറികളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. വളരെ കുറച്ച് വിഭവങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തായാലും പപ്പടവും പഴവും പായസവും മസ്റ്റാണല്ലോ. അപ്പം എല്ലാം കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. അങ്ങനെ ഇതോടുകൂടി ഈ വർഷത്തെ വിഷു അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.